വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാൻ അനിയനും കൂടെ കൊച്ചിയിൽ വന്നതാണ് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു മുടി ഒന്ന് എന്തെങ്കിലും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്താലോ എന്ന്. ബിക്കോസ് എൻ്റെ മുടിയുണ്ടോ ഭയങ്കര ഡ്രൈങ് ആയിട്ടിരിക്കും. ഇന്നലെ ഒരു മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഹെയർ മാസ്ക് ഇട്ടതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒന്നും അല്ലാതിരിക്കും. എൻ്റെ ആക്ച്വലി നല്ല കേളി ഹെയർ ആയിരുന്നു. അപ്പം ആ ഒരു +2 ഒക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു ഡിഗ്രിക്ക് ചേരുന്ന ആ ഒരു ടൈമിൽ മറ്റേ സ്ട്രെയിറ്റനിങ്ങിൻ്റെ ഒക്കെ ട്രെൻഡ് വന്നു. ക്രൗൺ ഏരിയ മാത്രം ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് ഞാൻ ഇട്ടു, അപ്പോൾ ബാക്കി കേളായി. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കിന് എൻ്റെ മുടിയുടെ ആ ടെക്സ്ചർ മാറി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സ്മൂത്തനിങ് വന്നു, അപ്പോൾ ഞാൻ അതും പോയി ചെയ്തു. അങ്ങനെ എൻ്റെ കേളി ഹെയർ ഫുൾ പോയി. അത് ഭയങ്കര ഇങ്ങനെ കമ്പി പോലെ ആയിട്ടുണ്ടായിരുന്നു, ഒരു ഭംഗിയില്ലാതായി. പിന്നെ അത് ഭയങ്കര എന്താ പറയുക, മുടി ഡാമേജ് ആയി, ഹീറ്റൊക്കെ യൂസ് ചെയ്ത്. പിന്നെ ആഫ്റ്റർ കെയറിനെ പറ്റിയൊന്നും എനിക്കപ്പോൾ ഒരു ധാരണയില്ലായിരുന്നു. പിന്നെ ഞാൻ രാജഗിരി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് PGക്ക് ചേർന്ന ടൈമിലാണ് എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ടൊരു ധാരണ വന്നത്. അപ്പം ഞാൻ പോയി ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ആക്ച്വലി ബോട്ടോക്സ് ഇസ് വെരി നൈസ്, കാരണം അതൊരു പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ മുടിക്ക് സ്ട്രെങ്ത് ആയി, ഒരു വേവി ആയിട്ട് കിടക്കും. നമ്മുടെ ഇങ്ങനെ കമ്പി പോലെ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് കിടക്കത്തില്ല, നല്ലൊരു വേവി ആയിട്ടും കുറച്ചൊരു എന്താ പറയുക, കട്ടി, കുറച്ച് വോളിയമായിട്ട് മുടി കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ 2 വട്ടം ബോട്ടോക്സ് ചെയ്തു. പിന്നെ ആക്ച്വലി ഇപ്പം ഞാനൊരു ഡബിൾ മൈൻഡിലാണ്. കേളി ഹെയർ തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ പക്ഷെ കുറേ സമയം എടുക്കും. എനിക്ക് എൻ്റെ കേളി ഹെയർ ഇഷ്ടമാണ്, പക്ഷെ കുറച്ച് സമയം എടുക്കും. അതുവരെ ഞാൻ റീസെൻ്റ്ലി ഒരു ഐക്കോണിക്കിൻ്റെ ഒരു സ്ട്രെയിറ്റ്നർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും അത് ഹീറ്റ് പ്രൊട്ടക്ഷനൊക്കെ യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും എപ്പോഴും നമ്മൾ ഈ ഹീറ്റ് യൂസ് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ മുടിയുടെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ മാറിയിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആവാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഷാമ്പൂ ഒക്കെ പിന്നെ യൂസ് ചെയ്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ എപ്പോഴും ഇത് സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഇപ്പോൾ കാക്കനാടുള്ള ട്രീറ്റ്മെൻറ്റോ സലോണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ വൈഷ്ണവുണ്ട്. ഹായ് പറ. ഇവൻ്റെ കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വെളുപ്പിന് ഇറങ്ങി. ഒരു 6 o'clock ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഗ്ലാസ് കട്ട മാത്രമേ കുടിച്ചുള്ളൂ. അപ്പം ഞാൻ വരുന്ന വഴി ഒരു കടയിൽ കയറി ഒരു കാപ്പിയും. പിന്നെ അപ്പോൾ എനിക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നല്ലപോലെ ഉണ്ട്, അപ്പോൾ എനിക്ക് ഉഴുന്നുവട അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒരു പാർലേജിയുടെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് കാപ്പിയിൽ നമുക്ക് കഴിച്ചു. ഇനിയും പോകുന്ന വഴിക്ക് നമുക്ക് എവിടെയെങ്കിലും കയറിയിട്ട് മസാല ദോശ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. അത് കഴിച്ചിട്ട് മുടി ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഈ ശരവണ ഭവനിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി എന്തെങ്കിലും ഫുഡ് കഴിക്കാം. ശരവണ ഭവനിൽ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ അതേ ഫുഡ് വന്നിട്ടുണ്ട്. ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു, വടയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവൻ ഗീ റോസ്റ്റ് ഓർഡർ ചെയ്തു, കഴിച്ചിട്ട് കാണാം. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ആക്ച്വലി ശരവണ ഭവൻ ആര്യാസിലൊക്കെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പ്രത്യേക ടേസ്റ്റ്, നല്ല രുചി. അപ്പോൾ ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് സലോണിൽ പോവാം. ഇനി സലോണിൽ ചെന്നിട്ട് ബാക്കി വിശേഷം കാണിക്കും. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ സലോണിലെത്തി. ഇതിൻ്റെ മുകളിൽ ഇത് ആക്ച്വലി കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ ഒക്കെ കുറച്ചുകൂടെ മുന്നിലോട്ട് വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് നമ്മൾ വിളിച്ചത്. അപ്പോൾ നമ്മളിത് സലോണിലെത്തി. സലോണിൽ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഹെയർ വാഷ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? മുടിയിൽ ബോട്ടോക്സ് ആണോ കാലം? ലാസ്റ്റ് ഹെയർ കട്ട് ചെയ്തത് 1 മാസമായി. ഹെയർ ഷോർട്ട് ചെയ്യണോ? നല്ലതായിട്ടാണോ കിടക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല ലെങ്ത്തൊക്കെ.
ചെറിയ അവിടെയൊക്കെ കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, അതൊന്ന് ലെവൽ ചെയ്ത് നീറ്റാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് കളർ ചെയ്യാം. കളറിങ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വൈബ്രൻ്റായിട്ടല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചൊരു മൈൽഡർ ഷെയ്ഡാണ്, ലൈക്ക് അണ്ടർ സൺലൈറ്റിലൊക്കെ കൂടുതൽ വിസിബിൾ ആവുന്ന രീതിയിൽ ആ ഒരു രീതിക്ക് ചെയ്തേക്കുന്നത്. ഇത്തവണ എന്ന് പറഞ്ഞാൽ നല്ല വൈബ്രൻസി വേണമെന്നുള്ള പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഹയർ വോളിയം ഡെവലപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള അതായത് സ്ട്രോങ്ങർ കളേഴ്സ് ഡ്രൈ ആവുമെന്ന് പറഞ്ഞാൽ മൈൽഡർ ഷെയ്ഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കളറിലൂടെ എപ്പോഴത്തേനും കളർ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു ഡെവലപ്പർ എന്ന് പറയുന്ന സാധനമുണ്ട്. അതുകൂടി മിക്സ് ചെയ്താലേ ഇത് ആക്ടിവേറ്റ് ആവുള്ളൂ. അപ്പോൾ ഈ മൈൽഡർ കളേഴ്സ് യൂസ് ചെയ്യാൻ നമുക്ക് മൈൽഡായിട്ടുള്ള ഡെവലപ്പേഴ്സ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള കളേഴ്സ് കിട്ടിക്കോളും. ഇപ്പോൾ ചോക്ലേറ്റ് ബ്രൗൺസ് അങ്ങനത്തെ സംഭവങ്ങൾ. ഇപ്പോൾ ലക്ഷ്മി പറയുന്ന പോലെ നല്ല വൈബ്രൻ്റ് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഹയർ വോളിയം ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യണം, അതായത് കുറച്ചൊരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഹെയർ കുറച്ചുകൂടി റൈറ്റ് സൈഡിലോട്ട് പോകും. പക്ഷെ കുഴപ്പമില്ല. അതിന് ശേഷം കളർ ചെയ്തതിനു ശേഷം നമുക്കൊക്കെ ബൊട്ടോക്സ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ മുഖത്തൊക്കെ ഒരു കോട്ടിങ് ഫീൽ ചെയ്യും. അതുകൊണ്ടിട്ട് ആ ഡ്രൈനസ് നമുക്ക് ഓവർകം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആകുമ്പോൾ ഹെയർ ഒന്ന് ട്രിം ചെയ്ത് ലെവൽ ചെയ്യും, എന്നിട്ട് ഹെയർ കളർ ചെയ്യും. അതിന് ശേഷം നമുക്ക് ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. കുറച്ച് ഈ കേൾ പാറ്റേണും കാര്യങ്ങളൊക്കെ മാറ്റി നല്ല നീറ്റാക്കി കൊണ്ടുവരും. പക്ഷേ ഇപ്പോൾ കുറച്ച് ഡ്രൈ സ്റ്റേജ് നോക്കുന്ന ഹെയർ കുറച്ചൊരു നീറ്റ് ആൻഡ് ഷൈനി ആയിട്ട് ഹെൽത്തി ആക്കി കൊണ്ടുവരും. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാ, ഇപ്പം ഞാൻ ഇതിന് മുമ്പ് ആദ്യം സ്മൂത്തനിങ് ഞാൻ ചെയ്തത് കുറേ വർഷം മുമ്പ്. പക്ഷെ എനിക്ക് ഭയങ്കര സ്ട്രീറ്റ് ലുക്കാണ് വന്നത്. അപ്പോൾ ബോട്ടോക്സ് ചെയ്യുമ്പോൾ അങ്ങനെ കിടക്കുമോ? രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത്. നമുക്ക് നാച്ചുറൽ ഹെയറും ഉണ്ട്, ഓൾറെഡി ട്രീറ്റഡ് ഹെയറും ഉണ്ട്. നാച്ചുറൽ ഹെയറിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ ഫുള്ളി സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എൻ പോർഷനിൽ നാച്ചുറൽ വേവിനെസ് മെയിൻറ്റെയിൻ ചെയ്ത് ആ നാച്ചുറൽ ലുക്ക് കിട്ടുന്ന രീതിയിലും ചെയ്യാം. അതായത് ഇപ്പോൾ പെർമനൻറ്റ് ബ്ലോഡറൊക്കെ ചെയ്യുമ്പോൾ എൻ പോർഷനിലെ നാച്ചുറൽ കേൾസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഫോട്ടോസ് ആണെങ്കിലോ നാനോപ്ലാസ്റ്റി ആണെങ്കിലോ ഒക്കെ അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഈ ഹെയർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് എത്ര നാളായി? ഇതും 1 year ആയി. ഈ ഹെയറിൽ ഉള്ളൊരു പ്രോബ്ലം, ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട സ്ട്രെയിറ്റ് ടെക്സ്റ്റേഴ്സ് സ്ട്രെയിറ്റ് ഹെയർസ് നെക്സ്റ്റ് ഒക്കെ ബാക്കി കിടപ്പുണ്ട്. എന്നാലും ചില പോർഷൻസിൽ ഒരു അപ്പോൾ ടൈയൊക്കെ ചെയ്യണമെന്നാണ് ഒരു നാച്ചുറൽ വേവിനെസ് ഉണ്ട്. ഈ കാണുന്ന അതേ വേവിനെസ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യും. ഇത് കൂടുതൽ സ്ട്രെയിറ്റ് ആവാത്ത രീതിയിൽ ഈ കാണുന്ന അതേ വേവിനെസ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യും. ഇതിൽ എക്സ്ട്രറ്റ് വേവിനെസ് ഒന്നും ഇല്ല, കാരണം ഇത് ഓൾറെഡി ട്രീറ്റഡ് സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ട്. ഇതിപ്പോൾ നാച്ചുറൽ വെർജിൻ ഹെയർ ആയിരുന്നെങ്കിൽ നമുക്ക് ലെയർഡായിട്ടൊക്കെ കട്ട് ചെയ്യുന്ന നല്ല ബൗൾസി ലുക്കിൽ ആ രീതിക്ക് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ മാക്സിമം ഇനിയും സ്ട്രെയിറ്റ് ആവാത്ത രീതിയിൽ നാച്ചുറൽ ലുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാം. ഈ കാണുന്ന ഒരു വേവിനെസ് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഹെയർ വാഷ് ചെയ്യുമോ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ചുമ്മാ ഹായ് പറഞ്ഞു. നമ്മളിത് ഹെയർ വാഷ് ചെയ്തു. ഇതിലൊക്കെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കും. നമ്മളുടെ ഹെയർ ഡ്രൈ ആക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് കളറിങ് ആണ്. നമുക്ക് ഹെയർ കളർ ചെയ്യാം. ഞാൻ ആക്ച്വലി ഒരു റെഫറൻസ് പിക്ക് കാണിച്ചായിരുന്നു. അപ്പം ആ ഒരു ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുള്ളിങ്ങനെ ബാലേജ് പോലെ പിന്നെ ഇവിടെ ഹൈലൈറ്റ്സ് പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. കളർ ചെയ്തതിന് ശേഷം ലെറ്റ്സ് സീ ദ ഫൈനൽ ലുക്ക്. ഞാൻ ആക്ച്വലി ബോട്ടോക്സ് മാത്രം ചെയ്യാൻ വന്നതാണ്. പക്ഷെ എനിക്കിവിടെ വന്നപ്പോൾ ഡബിൾ മൈൻഡായിട്ട് കളറൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എൻ്റെ ഹെയർ കണ്ടോ ഫീഡായി. സോ രണ്ടും കൂടെ ചെയ്താൽ നല്ല രസമുണ്ടാവും. ഈ വൈറ്റ് ഹെയർ ഇല്ലേ, അതിങ്ങനെ ചിലർ പറയത്തില്ലേ, നമ്മളത് പിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും പിന്നെയും കൂടുതലായിട്ട് വളരുന്ന സത്യമാണോ?
ഇതെല്ലാം ഒരു മിത്താണ്. അതായത് വൈറ്റ് ഹെയർ പ്ലക്ക് ചെയ്യുന്നതുകൊണ്ട് അത് കൂടത്തൊന്നുമില്ല. കുഴപ്പമില്ല. അപ്പോൾ അത് കട്ട് ചെയ്താൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു പോർഷനിൽ നിന്ന് പിന്നീട് വരുന്ന ഒരു ഹെയർ ഗ്രോത്ത് അതിങ്ങനെ മുള്ള പോലെ ചാൻസസ് ഉണ്ടാവും. അതിനെ ബെറ്റർ പ്ലക്ക് അത് ഞാൻ ഒരെണ്ണം ഇത് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ചാൻസസ് ഉണ്ടാവും. ഈ ഗ്രേ ഹെയർസ് ശരിക്കും വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ ഉള്ളിൽ മെലാനോസൈറ്റ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡിൽ മെലാനിൻ കണ്ടന്റ് കുറയുമ്പോഴാണ് വരുന്ന ഹെയർസിൽ ഗ്രേ ഹെയർസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ മെലാനിൻ കണ്ടന്റ് കിട്ടുന്ന രീതിയിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിച്ചാൽ മതി. അതായത് നെല്ലിക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇനി ഒരു 20 to 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടോക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഹെയർ വാഷ് ചെയ്തിട്ട് കാണാം. അപ്പം കളറിന് ശേഷം മാത്രമേ ബോട്ടോക്സ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബോട്ടോക്സിൻ്റെ ആ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ മുടിയിലെ ട്രീറ്റ്മെൻറ്റ്, പ്രോട്ടീൻ, അല്ലെങ്കിൽ അത് പോവും. അപ്പം ആദ്യം കളർ, പിന്നാണ് ബോട്ടോക്സ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം. ഇനി നമ്മളിത് 20 മിനിറ്റ്സ് വി ഹാവ് ടു വെയിറ്റ്. ആഫ്റ്റർ ദാറ്റ് അവർ വാഷ് ചെയ്യും. പിന്നെ റിസൾട്ട്, ഇനിയും കളർ ചെയ്തിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു. അപ്പോൾ എനിക്ക് കളറിങ് കഴിഞ്ഞു. എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല കളർ. ഇനി നെക്സ്റ്റ് എസ് ബോട്ടോക്സ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്, ഇവിടെ ഭയങ്കര തിരക്കാണ്. അത് കഴിഞ്ഞിട്ട് അവർ ബോട്ടോക്സിൻ്റെ ക്രീം അപ്ലൈ ചെയ്യും. ദെൻ അയണിങ് കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങൾക്ക് ഫൈനൽ ലുക്കിന് കാണിച്ചു തരാം. ഓക്കെ, ആർക്കും ചെയ്തിട്ടില്ലേ? ചെയ്യണ്ടല്ലേ? 2 months ഗ്രോത്ത് താങ്ക് യു. കൊള്ളാം, നല്ല ഭംഗി. ഇനി നമ്മൾ ഇതിൽ ബോട്ടോക്സ് ചെയ്യും അല്ലേ? ഈ ട്രീറ്റ്മെൻറ്റ് സലോൺ ആക്ച്വലി കാക്കനാടാണ്. ഇറ്റ് ഈസ് ഓൺലി എക്സ്ക്ലൂസീവ് ഫോർ ഹെയർ. മുടിക്ക് മാത്രമാണ് ഇവിടെ, വേറെ സർവീസ് ഒന്നുമില്ല. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ഹെയറിന് എല്ലാ സർവീസും ഇവിടെ വന്നാണ് ചെയ്യുന്നത്. പിന്നെന്താ, ഒത്തിരി തിരുവനന്തപുരത്തു നിന്നൊക്കെ ആൾക്കാർ ഈ സലോണിൽ വന്നാണ് ഹെയർ സർവീസ് ചെയ്യുന്നത്. സോ നിങ്ങളും വരിക, ട്രൈ ചെയ്യുക. കാരണം ബോട്ടോക്സ് അല്ലേ ഇത്? ബോട്ടോക്സിൻ്റെ എന്ത് സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്? ക്രീം അപ്ലൈ ചെയ്യാം. ഇതിന് എത്ര മിനിറ്റ് ഇരിക്കണം? അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യും. എൻ്റെ പേരെന്തായിരുന്നു? സ്മൈൽ. ഉണങ്ങാതിരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് ചെയ്യാത്ത പോലെ തോന്നുന്നത്. കളർ വല്ലാത്ത തോന്നണം. ഈ ഷോട്ടൊക്കെ എടുത്തില്ലേ? ഒരു അടിപൊളി വീഡിയോ ഇറക്കാം, നല്ലൊരു റീൽ ഇറക്കാം. നമ്മൾ അടിയിലത്തെ കേൾസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ചെയ്തേക്കണം. നാച്ചുറലുള്ള കേൾസ് ഒക്കെ ഇല്ലേ, അതങ്ങനെ തന്നെ ഉണ്ടാവും. ഭയങ്കര വേവിനസ് അല്ല, മറ്റേ വടി പോലെ ഒന്നും ആക്കിയിട്ടില്ല. ഹലോ. അപ്പോൾ ഞാൻ നല്ല ലേറ്റായി വന്നപ്പോൾ എനിക്ക്
സലോണിൽ നിന്നിട്ട് ഒരു കൺക്ലൂഷൻ എടുക്കാൻ പറ്റിയില്ല. കാരണം കളറും ബോട്ടോക്സ് എല്ലാം കൂടെ ചെയ്ത് വന്നപ്പോൾ നല്ല നീറ്റായി. സോ ഞാൻ ബോട്ടോക്സ് ചെയ്തു. ഇതാണ് എൻ്റെ കളർ. ഇത് ആദ്യത്തെ കുറച്ച് ദിവസം ഈ ഒരു ഷെയ്ഡാവും, പിന്നെ പയ്യെ പയ്യെ ഓരോ വാഷ് ചെയ്യുമ്പോഴത്തേക്കിനും അത് ഡള്ളായി വരും. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. സോ ബൈ.